Hello dears, welcome back to Xylem Learning. It's me, Adarsh. മക്കളെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നാൽ അതിന്റെ അതേ ഏരിയയുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഒരു ചതുർഭുജം തന്നു കഴിഞ്ഞാൽ അതിന്റെ അതേ പരപ്പളവുള്ള ത്രികോണം എങ്ങനെ വരയ്ക്കാം എന്ന കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 4 മാർക്ക് ഉറപ്പിക്കാം. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, തിങ്കളാഴ്ച വൈകുന്നേരം 7:30 നമുക്ക് കെമിസ്ട്രീന്റെ ക്ലാസ് ആണ്. ശ്രീലക്ഷ്മി മിസ് വരും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം ആദ്യത്തെ ചാപ്റ്ററിന്റെ റിവിഷനുമായിട്ട്. സോ ഗംഭീരമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യാം. 4 സ്റ്റെപ്പ്, വെറും 4 സ്റ്റെപ്പേ ഉള്ളൂ. സിമ്പിൾ ആണ്. നോക്കിക്കോ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാ, ഒരു ഡയഗണൽ നീട്ടി അങ്ങ് വരയ്ക്കാം. ഓക്കെ, ഒരു ഡയഗണൽ നിങ്ങൾ വരയ്ക്കണം. സെറ്റ് ആണല്ലോ. ഒരു ഡയഗണല് വരയ്ക്കണം. ഒരു ഡയഗണൽ വരയ്ക്കുമ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടൂലേ? ശരിയല്ലേ? ഒന്നാമത്തെ ട്രയാങ്കിള്, രണ്ടാമത്തെ ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾസ് കിട്ടും. ശരിയാണേ? നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയഗണൽ വരയ്ക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയഗണലിന് പാരലൽ ആയിക്കൊണ്ട് ട്രയാങ്കിളിന്റെ 3rd വേർട്ടെക്സിലൂടെ ഒരു ലൈൻ അങ്ങ് വരയ്ക്കുന്നു. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞു, ആദ്യം ഡയഗണൽ വരച്ചു. ഡയഗണൽ വരച്ചപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടി. രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഈ മൂലയിലൂടെ ഡയഗണലിന് പാരലൽ ആയിക്കൊണ്ട് ഞാനൊരു വര വരച്ചു. അതാണ് നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ? 2 സ്റ്റെപ്പ് മനസ്സിലായല്ലോ? സിമ്പിൾ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബേസ് ഉണ്ടല്ലോ, ഈ ബേസ് നമ്മളൊന്ന് നീട്ടി വരയ്ക്കുന്നു. ഈ ബേസ് നമ്മൾ നീട്ടി വരയ്ക്കുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ പാരലലിലേക്ക് നീട്ടി വരയ്ക്കുന്നു. സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി ഒരൊറ്റ സ്റ്റെപ്പും കൂടിയുള്ളൂ. ഒരൊറ്റ സ്റ്റെപ്പും കൂടി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്ക് കിട്ടി. എന്ത് രസമല്ലേ പരിപാടി? നോക്കിക്കോ, ചെയ്യാൻ പോവാണേ. ഒന്നാമത്തെ ഡയഗണൽ, ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡയഗണൽ വരച്ചില്ലേ? ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഡയഗണൽ വരച്ചില്ലേ? ആ ഡയഗണൽ തുടങ്ങുന്ന പോയിന്റില്ലേ, ഡയഗണൽ തുടങ്ങുന്ന പോയിന്റ്, അതും ഈ നീട്ടി വരച്ച ബേസും യോജിപ്പിക്കുന്നു. കഴിഞ്ഞു. ഇത്രയും ചെയ്താൽ മതി. നാലാമത്തെ സ്റ്റെപ്പ്. 4 സ്റ്റെപ്പില് നമ്മളുടെ ട്രയാങ്കിൾ റെഡി ആയിട്ടുണ്ട്. നോക്കാം. ട്രയാങ്കിൾ കാണിച്ചു കേട്ടോ. ട്രയാങ്കിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞ ട്രയാങ്കിൾ. സെറ്റ് അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? 4 സ്റ്റെപ്പില് പരിപാടി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തിങ്കളാഴ്ചത്തെ ക്ലാസ് മറന്നു പോകരുത്. കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ റിവിഷനുമായിട്ട് ശ്രീലക്ഷ്മി മിസ് വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട എല്ലാവരും എന്താക്കണം? ഈ വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം. വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീണ്ടും കാണാം. അടിപൊളിയായിട്ട് പഠിക്കുക. സൈലത്തിന്റെ കൂടെ തന്നെ വരിക. നമുക്ക് പൊളിക്കാം. ഈ ഒരു വർഷം സൈലത്തിന്റെ കൂടെ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുന്നു. നമ്മൾ പഠിക്കുന്നത് മാത്രമായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നത്. അത്രയും ഗംഭീരമായിട്ട് ഫുൾ മാർക്ക് തന്നെ നേടിക്കൊണ്ട് നമ്മൾ മുന്നേറും. സോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.